പത്തനംതിട്ട നഗരസഭയിലെ കല്ലറക്കടവിൽ ജലവിതരണം മുടങ്ങിയിട്ട് 3 ആഴ്ചയായി. വാട്ടർ അതോറിറ്റി പൈപ്പിലെ ചോർച്ച കണ്ടെത്താനാകാതെ വന്നതോടെയാണ് ജലവിതരണം മുടങ്ങിയത്. നിലവിൽ തിരുവനന്തപുരത്ത് നിന്ന് ലീക്ക് ഡിറ്റക്ടർ എത്തിച്ച് ചോർച്ച കണ്ടെത്തിയിട്ടുണ്ട്. ഉപകരണം എത്തിക്കാൻ 3 ആഴ്ച വൈകിയത് എന്തുകൊണ്ടാണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. വാട്ടർ അതോറിറ്റിയിൽ ലീക്ക് ഡിറ്റക്ടറുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. പ്രവീൺ പുരുഷോത്തമൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ട നഗരസഭയിൽ 18ാം വാർഡിൽ കല്ലറക്കടവിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 3 ആഴ്ചയായി. ഇതുവരെ ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ എവിടെയാണ് ചോർച്ച എന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പലയിടങ്ങളിലായി ഈ പൈപ്പുകൾ ഇട്ടിരിക്കുന്ന ഭാഗം കുഴിച്ചു നോക്കുകയാണ്, എവിടെയാണ് ഈ ചോർച്ച എന്ന് കണ്ടെത്താൻ. ഇപ്പോൾ എന്താണ് കഴിയാത്തത്? ഇത് ഈ വളരെ താഴ്ചയുള്ള കുഴികൾ കൂടിയാണ് ഇട്ടിരിക്കുന്ന പൈപ്പ് ലൈനുകൾ. അപ്പം മറ്റൊരിടത്തും പ്രശ്നമില്ല. ഇവിടെ ഈ പൈപ്പ് ലൈനിൽ മാത്രമേ എവിടെയോ പ്രശ്നമുണ്ട്. ഒരു 10, 25, 30ഓളം വീടുകൾക്ക് വലിയ ബുദ്ധിമുട്ട് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടെത്തുന്നതിനുള്ള ആധുനിക സംവിധാനങ്ങൾ ഉണ്ടല്ലോ, ഇപ്പോൾ അതിവിടെ ലഭ്യമല്ലേ? ഇവർക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടെത്താനുള്ള ആ സംവിധാനങ്ങൾ ഇല്ല. കാരണം താഴ്ചയുള്ള കുഴിയാണെങ്കിൽ വെള്ളം താഴോട്ട് പോകും, മുകളിലോട്ട് വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള എന്തോ ഒരു പ്രശ്നമാണെന്നാണ് ഇത് മനസ്സിലാകുന്നത്. അപ്പോൾ അതിനുവേണ്ടി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടു ലീക്ക് ഡിറ്റക്ടർ എന്ന് പറയുന്ന ഉപകരണം കൊണ്ടുവന്ന് പരിശോധിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ഈ കുഴി എടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗത്താണെന്ന് തോന്നുന്നു ഒരു ചോർച്ച ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് നോക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾ കണ്ടെത്തുവാൻ അത്യാധുനിക രീതിയിലുള്ള യന്ത്ര സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം മനുഷ്യന് മനസ്സിലാകില്ല എവിടെയാണുള്ളത്. അതുകൊണ്ട് വളരെ വേഗം തന്നെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ മുൻകൈ എടുത്ത് ഈ ലീക്ക് ഡിറ്റക്ടർ പോലെയുള്ള അത്യാധുനിക സംവിധാനങ്ങളുള്ള മെഷീനുകൾ